ഓർമ്മയ്ക്കായി ഭാഗം 10. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ ആൻസി കൊച്ചിൻ്റെ ഒപ്പം വന്നിരിക്കുന്ന പെൺകുട്ടികളെ കാണാൻ എങ്ങനെയുണ്ട്? നമുക്ക് പറ്റിയതാണോ? എൽദോ ചോദിച്ചതും ആൽഫിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അത് അവൻ പെട്ടെന്ന് തന്നെ എല്ലാവരിൽ നിന്നും മറച്ചു. അറിയില്ല, ഞാൻ കണ്ടില്ല, അവൻ പറഞ്ഞു. ഓ, ഞങ്ങൾ മറന്നു. സാറ് പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയില്ലല്ലോ. അല്ലെങ്കിലും എല്ലാവരും എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഏതാടാ, എറിയാൻ അറിയുന്നവരുടെ കയ്യിൽ വടി കൊടുക്കില്ല എന്നല്ലേ? അതെ, ഇവിടെ ആ പഴഞ്ചൊല്ലായിരിക്കും നീ പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് പറ, കല്യാണത്തിൻ്റെ കാര്യം എന്തായി? നിന്റെ ആ വല്യപ്പച്ചൻ്റെ അനിയൻ, അയാൾ അത്ര ശരിയല്ല കേട്ടോ. ചിലപ്പോൾ ആ സ്ഥലവും തറവാടുമെല്ലാം അയാളുടെ ആണെന്ന് പറഞ്ഞായിരിക്കും കൊച്ചുമകളെ കെട്ടിച്ചു വിടാൻ പോകുന്നത്. ഒന്ന് സൂക്ഷിച്ചോ, അയാൾ നമ്മുടെ അടിവേര് വരെ തോണ്ടിക്കൊണ്ട് പോകും. നീ ഉള്ളത് കൊണ്ടാണ് ആ കുടുംബത്തിൽ കളി നടക്കാത്തത്. അയാളെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കണം. ദൈവമേ, എങ്ങനെയാടാ നിന്റെ വല്യപ്പച്ചന് ഇങ്ങനൊരു അനിയനുണ്ടായത് എന്ന് പലരും പറയാറുണ്ട്, കേശവ് പറഞ്ഞു. വീട്ടിലെല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് ഒരാഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ വല്യപ്പച്ചനും ഞാനും ഒന്നും നോക്കിയില്ല. വല്യപ്പച്ചൻ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് സമ്മതം പറഞ്ഞത്. ഞാനും നോക്കിയപ്പോൾ സാരമില്ല, ഒരു പെൺകുട്ടിയുടെ കല്യാണമല്ലേ, അതും നമ്മുടെ തറവാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്നത്, അങ്ങനെ ആകട്ടെ എന്ന് കരുതി. അതെല്ലാം പോട്ടെ, നിങ്ങളെല്ലാവരും വരണം, എൻ്റെ കൂടെ ഉണ്ടാകണം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കല്യാണമാണ്. എൻ്റെ തലയിൽ തന്നെയായിരിക്കും എല്ലാം വരുന്നത്, അതും എനിക്കറിയാം. അല്ല, ആ പെണ്ണിന് സ്ത്രീധനം അതും നീയും വല്യപ്പച്ചനും കൂടിയാണോ കൊടുക്കുന്നത്? അതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണം നടത്താം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള ഒന്നിലും ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു നീരസവും ഉണ്ട്. എനിക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ വീട്ടിലാരും സമ്മതിക്കുന്നില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും എന്ന് വരെയാണ് പെൺകുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കുള്ളതിൽ നിന്നും ഒരു വിഹിതം പോലും കുറയില്ല എന്നൊക്കെ, പക്ഷേ സമ്മതിക്കുന്നില്ല. പിന്നെ വല്യപ്പച്ചൻ അറിയാതെ വല്യമ്മച്ചിയും പറഞ്ഞു കൊടുക്കണ്ടെന്ന്. പിന്നെ നമ്മുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അത് എത്രയാണാവോ സാറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ജഗദീഷ് ചോദിച്ചു. ഇല്ല, ഞാൻ നിന്നോട് പറയില്ല. നീ അത് അപ്പോൾ തന്നെ ആൻസിയുടെ ചെവിയിലെത്തിക്കും. ഇല്ലടാ, ഞാൻ പറയില്ല. നീ പറയ്, എത്രയാണ് നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു 10 പവൻ ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ആ, അപ്പോൾ തന്നെ വരും. ഏകദേശം ഒരു 8 ലക്ഷം രൂപയുടെ അടുത്ത് അല്ലേടാ? അത് കുഴപ്പമില്ലടാ, അത് ഞാൻ നരിക്കുന്നൽ വീടിൻ്റെ എല്ലാവരും കൂടി കൊടുക്കുന്നതായിട്ടാണ് ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ നമ്മളെ പറ്റിച്ചും തട്ടിച്ചും ഒക്കെ അയാൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കൊടുത്താനേ. അയാളുടെ നെറുകേടൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പിന്നെ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ വിടുന്നതാ, ആൽഫി പറഞ്ഞു. ഒരു കാര്യം ചെയ്, നാളെ നവാസ് വരുന്നതല്ലേ, എല്ലാവരും കൂടി വീട്ടിലേക്ക് പോരും. വൈകിട്ട് നമുക്ക് അവിടെ കൂടാം, ആൽഫി പറഞ്ഞു. അത് നല്ലൊരു കാര്യമാണ്, ജഗദീഷ് പറഞ്ഞതും. അത്ര നല്ല കാര്യമല്ല, നിന്നെ ഞാൻ ഔട്ട് ഹൗസിൻ്റെ അടുത്തെങ്ങാനും കണ്ട, ആൽബി പറഞ്ഞതും. അതെന്താ ഔട്ട് ഹൗസിൻ്റെ അടുത്ത്? എൽദോ ചോദിച്ചു. അത് ആൻസിയും കൂട്ടരും അവിടെയാണ്. അല്ല, അവർ വന്നതിൽ ഇഷ്ടക്കേടൊന്നും പറഞ്ഞില്ലേ നിന്റെ കൊച്ചപ്പച്ചനും അവരുടെ ഫാമിലിയും? എൽദോ ചോദിച്ചു. ഞാൻ കേൾക്കലേ പറഞ്ഞിട്ടില്ല, പക്ഷേ എന്തും ഉണ്ടായിട്ടുണ്ട്. പിന്നെയും കുറച്ചു നേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞത്. അന്ന് അവിടെ നിന്ന് ഭക്ഷണം ആൽഫി കഴിച്ചു, എന്നാലും കുറച്ചേ കഴിച്ചുള്ളൂ. വീട്ടിലെ എല്ലാവരുടെയും ഒപ്പം കഴിക്കണമെന്ന് വല്യപ്പച്ചൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അവനെ തിരിച്ച് വീട്ടിൽ ജഗദീഷ് ആക്കുമ്പോൾ അവൻ ഔട്ട് ഹൗസിലേക്ക് നോക്കുന്നത് കണ്ടതും, എടാ നീ പോകാൻ നോക്ക്, നീ ദുഷ്ടനാടാ, നീ ഇതിനൊക്കെ അനുഭവിക്കും, നീ നോക്കിക്കോ എന്നെല്ലാം ജഗദീഷ് പറയുന്നത് കേട്ടു. ആ, ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞ് ആൽഫിയും തിരിച്ചു പറഞ്ഞു. ജഗദീഷ് കാർ എടുത്തുകൊണ്ട് പോകുന്നത് നോക്കി അവൻ അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറുമ്പോഴും ഔട്ട് ഹൗസിലേക്ക് അവനൊന്ന് നോക്കി. പക്ഷേ ഈ സമയം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരാറായി എന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ വേഗം കിച്ചണിലേക്കാണ് ചെന്നത്. എന്നാൽ ജഗദീഷ് വണ്ടിയെടുത്ത് പോകുമ്പോൾ അവൻ്റെ വണ്ടിക്ക് മുന്നിൽ വന്ന് പെട്ടെന്ന് ഒരാൾ നിന്നതും ജഗദീഷ് ബ്രേക്ക് ചവിട്ടി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൻ ദേഷ്യത്തോടെ കാറിൽ നിന്നും ഇറങ്ങി. നീ ചാകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോടി? മനുഷ്യവിനെ പേടിപ്പിച്ച് കളഞ്ഞു. ഞാനിപ്പോൾ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ കാണായിരുന്നു എന്ന് അലറിക്കൊണ്ട് ജഗദീഷ് ഇറങ്ങിച്ചെന്നത്. പിന്നെ എന്നെ കാണാതെ പോകുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഇച്ഛാനുണ്ടായിരുന്നു, നീ കണ്ടില്ലേ?
ആ കണ്ടിരുന്നു. എന്ന് വെച്ച് എന്നെ കാണാതെ നിങ്ങൾ ഇന്ന് പോകുമായിരുന്നോ? ശരി, എനിക്ക് മാത്രമല്ലേ കാണാനുള്ള ആഗ്രഹമുള്ളൂ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആൻസി നടക്കാൻ പോയതും ജഗദീഷ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവനിലേക്ക് ചേർത്ത് നിർത്തി. അങ്ങനെ അങ്ങ് പോവാണോ എൻ്റെ ആൻസി കൊച്ച്? ഞാൻ നോക്കി, അപ്പോഴേക്കും നിന്റെ ചേട്ടൻ എന്നെ അവിടെ നിന്നും ഓടിച്ചു. പക്ഷേ നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കണ്ടിട്ടേ പോകുമായിരുന്നുള്ളൂ. കാർ ഗേറ്റിന് പുറത്തേക്കിട്ട് തിരിച്ചു വരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ആൻസി കൊച്ച് ഇങ്ങനൊരു സാഹസം നടത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ശരിക്കും പേടിച്ചു. ദേ നീ നോക്കിക്കേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈയെടുത്ത് നെഞ്ചിലേക്ക് വെച്ചു. എൻ്റെ ഹൃദയമിടിപ്പ് അറിയാൻ പറ്റുന്നുണ്ടോ? അവൻ ചോദിച്ചു. എൻ്റെ ഇച്ഛായ, ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് അവളുടെ ചെവി അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. പെട്ടെന്ന് അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ പതിഞ്ഞതും കാറിലേക്ക് അവൻ ചാരി നിന്നു. ശരിയാണല്ലോ, ഇതിപ്പോൾ പൊട്ടിപ്പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തല ഉയർത്തിയപ്പോഴാണ് ആ അരണ്ട വെളിച്ചത്തിൽ ജഗദീഷിൻ്റെ മുഖം കണ്ടത്. അവൻ്റെ മുഖം കണ്ടതും അവൾ എന്താണ് ചെയ്തതെന്ന് അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഞാൻ 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 പോവാണേ ഇച്ചായ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമായി. അവിടെ എല്ലാവരും കണ്ടില്ലെങ്കിലേ അറിയാലോ വല്യപ്പച്ചൻ. അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ജഗദീഷ് അവളുടെ ചുണ്ടിൽ അവൻ്റെ കൈകൾ വെച്ചുകൊണ്ട് തടഞ്ഞു. ഇപ്പോഴാ എൻ്റെ ഹൃദയതാളം കൂടിയത്, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. അവളുടെ 2 കണ്ണുകളിലേക്കും അവൻ മാറി മാറി നോക്കി. 2 പേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ഇനിയും അങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയ അവൾ, ഞാൻ പോട്ടെ അവൾ പറഞ്ഞു. പോയിക്കോ, പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഹൃദയമെടുപ്പ് നേരെയാക്കിയിട്ട് പോ അവൻ പറഞ്ഞു. എങ്ങനെ? അവൾ ചോദിച്ചു. ദേ ഇവിടെ ഒരു ഉമ്മ തന്നിട്ട് ഒരു കൈ കൊണ്ട് നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അയ്യോടാ, അത് മോൻ പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഓടി. മിക്കവാറും ഇന്ന് രാത്രി എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും, നീ നോക്കിക്കോ, അപ്പോഴേ നീ പഠിക്കൂ. വളരെ ശബ്ദം താഴ്ത്തിയാണെങ്കിലും അവൻ പറയുന്നത് അവൾ കേട്ടു. അത്ര പെട്ടെന്നേ ആ ഹൃദയം പൊട്ടിപ്പോകില്ല. അതെ, നരിക്കുന്നിൽ ആൽഫ്രഡ് സാമുവലിൻ്റെ സഹോദരി ആൻസി മൈക്കിൾ സാമുവൽ ഇരിക്കുന്ന ഹൃദയമാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകില്ല കേട്ടോ, ധൈര്യമായിട്ട് പോയിക്കോ അവളും പറഞ്ഞു. നശിപ്പിച്ചു ഈ പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി വണ്ടി എടുത്തുകൊണ്ട് പോയി. അവൾ ഔട്ട് ഹൗസിലേക്ക് ഓടിച്ചെന്നു. നീ ഇത് എവിടെ പോയതാ? അവളെ കണ്ട് ആവണി ചോദിച്ചു. ഞാൻ വീട്ടിലേക്കൊന്ന് പോയതാ, അത് ഭക്ഷണം കഴിക്കാൻ പോകാമല്ലോ, എല്ലാം റെഡിയായിട്ടുണ്ട് അവൾ പറഞ്ഞു. അതിന് ബെല്ലടിച്ചോ? ലിയ ചോദിച്ചു. നീ ഇങ്ങ് വന്നേ, അമ്മച്ചി പറഞ്ഞിരുന്നു ആദ്യം നമ്മളോട് കഴിച്ചോളാൻ, അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി കഴിച്ചോളാന്ന്. ആ അത് ശരിയാ, അവരെല്ലാവരും കൂടി വന്നപ്പോൾ 40-45ഓളം ആളുകളുണ്ട്, എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസി പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് വീടിനകത്തേക്ക് നടന്നു. അവർ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും കണ്ടു വല്യപ്പച്ചനും വല്യപ്പച്ചൻ്റെ അനിയനും അവരുടെ ആൺമക്കൾ എല്ലാവരും കൂടി സംസാരിക്കുന്നത്. മക്കൾ പോയി കഴിച്ചോട്ടോ, ഞങ്ങൾ കുറച്ച് ലേറ്റാകും വല്യപ്പച്ചൻ അവരെ കണ്ടതും പറഞ്ഞു. അവർ ചിരിച്ചുകൊണ്ട് തലയണക്കി. അവർ പോകുന്നത് കണ്ടതും കൊച്ചപ്പച്ചൻ്റെ മൂത്ത മകൻ്റെ മകൾ മീനയും ഇളയ മകൻ്റെ മക്കളായ സൈനോരയും ലിൻഡയും നിതാരയും അവരുടെ പുറകെ തന്നെ ഡൈനിങ് റൂമിലേക്ക് പോയി. ഡൈനിങ് റൂമിൽ ചെന്ന് അമ്മച്ചിയും വല്യമ്മച്ചിയും അമ്മച്ചിമാരും എല്ലാവരും ഉണ്ട്. നിങ്ങളെ ഇരിക്ക്, ഞാൻ അങ്ങോട്ട് വന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു. അപ്പോഴാണ് ആൽഫി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കുഴപ്പമില്ല, കുറച്ച് ഉപ്പ് കൂടി ഇട്ടേക്ക് എന്ന് പറഞ്ഞ് ആൽഫി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അവൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മുവിനെയാണ്. അവൾക്കെന്തോ അങ്ങോട്ട് വരാൻ വല്ലാത്ത മടിയായിരുന്നു. എങ്ങനെ ആൽഫിയെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടായിരുന്നു. എന്തിനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത്? അത് അവൾക്കും അറിയില്ല. ആൽഫിയെ കണ്ടതും പെട്ടെന്ന് അമ്മു അവിടെ നിന്ന് മാറി. അവൾ ഒഴിഞ്ഞു മാറി പോകുന്നത് കണ്ടതും ആൽഫി ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ നിന്നു. നിങ്ങളിരിക്ക്, ഞാൻ വിളമ്പിത്തരാം എന്ന് പറഞ്ഞ് ആൽഫിയുടെ അമ്മ വിളമ്പാൻ തുടങ്ങിയതും അപ്പോഴേക്കും എല്ലാവരും കൈ കഴുകി വന്നിരുന്നു. അവരുടെ ഒപ്പം തന്നെ കൊച്ചപ്പച്ചൻ്റെ കൊച്ചുമക്കളും ഇരുന്നു.
ഏറ്റവും അവസാനം അമ്മുവാണ് കൈ കഴുകി വന്നത്. അവൾ ഇരിക്കാൻ വന്നപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോണിലേക്ക് നോക്കിയതും അവളുടെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ തെളിയുന്നത് ആൽഫി കണ്ടു. അമ്മു ആൻസിയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തെ തെളിച്ചം കണ്ട് അവളുടെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായി അത് ആരുടെ കോളാണെന്ന്. നീ പോയി സംസാരിച്ചിട്ട് വാ, ആൻസി പറഞ്ഞതും അമ്മു അവിടെയെല്ലാം ചുറ്റും നോക്കി. പിന്നെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് നടന്നു. അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അമ്മേ, മോളെ അമ്മൂട്ടി, ഭക്ഷണം കഴിച്ചോടാ? കഴിക്കാൻ പോകുമായിരുന്നു അമ്മേ. അപ്പോഴാ അമ്മയുടെ കോള് വന്നത്. ആണോ? അമ്മ എന്തെങ്കിലും കഴിച്ചോ? അവൾ ചോദിച്ചു. അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണടാ, അപ്പോഴാ മോളെ വിളിച്ചത്. ഇന്നത്തെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞോ അമ്മ? അവൾ ചോദിച്ചു. കഴിഞ്ഞു, ഞാൻ ദേ ഭക്ഷണം കഴിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് കരുതി. അമ്മ, മിസ് യു ടു കണ്ണാ. അമ്മ, മുത്തശ്ശൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നോടും പറഞ്ഞു. ആ, മുത്തശ്ശനെ എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്, അമ്മ പറഞ്ഞു. മുത്തശ്ശനാണോ അതോ എൻ്റെ അമ്മക്കുട്ടിക്കാണോ? അവൾ ചോദിച്ചു. അത് കേട്ട് അപ്പുറത്തു നിന്നുള്ള ചിരി കേട്ടതും അവളും ചിരിച്ചു. ദേ, ഈ ഒരു മാസമേ ഞാനിങ്ങനെ ഉണ്ടാകൂ. അടുത്ത മാസം എൻ്റെ കൂടെ അമ്മ വേണം. അറിയാലോ, വിഷുവാണ്, തറവാട്ടമ്പലത്തിലെ ഉത്സവവുമാണ്. ഒരു മാസം എൻ്റെ കൂടെ അമ്മ മുഴുവനും വേണം, അവൾ പറഞ്ഞു. കണ്ണാ, ഒരു മാസമല്ല, ഞാൻ ഇനി അങ്ങോട്ട് മുഴുവനും അമ്മയുടെ മോളുടെ കൂടെ ഉണ്ടാകും. അമ്മ ഇനി പുതിയ വർക്കുകളൊന്നും എടുക്കുന്നില്ല. ഇനി എൻ്റെ മോളുടെ കൂടെയാണ്. ഇനി എത്ര നാളാണ് അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുക? ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും കെട്ടിച്ചു വിടണ്ടേ? അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോളുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാമെന്ന് കരുതുന്നു, അമ്മ പറഞ്ഞതും മുത്തച്ഛൻ പറഞ്ഞിരുന്നു. അമ്മയും പറഞ്ഞല്ലോ. പക്ഷേ സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാമോ? അവൾ ചോദിച്ചു. അമ്മ അമ്മൂട്ടിയോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോടാ? ഇല്ല, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തിരക്ക് പിടിച്ച ഈ സമയത്ത് പെട്ടെന്ന് നിർത്താൻ പറ്റുമോ അമ്മ? അവൾ ചോദിച്ചു. പറ്റുമല്ലോ, എൻ്റെ അമ്മക്കുട്ടിക്ക് വേണ്ടി അമ്മയ്ക്കിത് നിർത്താൻ പറ്റും. എൻ്റെ കുഞ്ഞ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അമ്മ വീണ്ടും തിരിച്ച് ഈ സംഗീത ലോകത്തേക്ക് വന്നത്. അതുവരെ അമ്മ കൂടെ ഉണ്ടായിരുന്നല്ലോ, മറന്നോ? പിന്നെയും എൻ്റെ കൂടെ തന്നെയായിരുന്നു. നീ കോളേജിലേക്ക് ആയപ്പോഴാണ് നീ മാറി നിന്ന് തുടങ്ങിയത്. അറിയാം അമ്മ. പിന്നെയും കുറച്ചു നേരം കൂടി അവർ സംസാരിച്ചു. മോളെ, ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്? മോളങ്ങോട്ട് ചെല്ല്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? അമ്മ പറഞ്ഞു. അയ്യോ, ഞാൻ മറന്നു, ഞാൻ പോവാണേ. ഇനി നാളെ വിളിച്ചാൽ മതി. അമ്മ ഉറങ്ങിക്കോട്ടോ. ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത്? രാവിലെ തന്നെ വിളിക്കാം. ശരി മോളെ, ഗുഡ് നൈറ്റ്. ലവ് യു അമ്മ. ലവ് യു ടു മോളെ. അവൾ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ തിരിയുമ്പോൾ കിച്ചണിൻ്റെ പുറകുവശത്തെ വാതിക്കൽ നിൽക്കുന്ന ആൽഫിയെ കണ്ടത്. അതെ, ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലം ഒന്ന് നോക്കണം. നടന്ന് മിക്കവാറും ആ ഇരുട്ടത്തേക്ക് പോകുമായിരുന്നല്ലോ. അതും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഒന്ന് നോക്കേണ്ടേ പരിസരമെങ്കിലും? ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോ? അല്പം ദേഷ്യത്തിൽ അവൻ ചോദിച്ചു. അപ്പോഴാണ് അവൾ ചുറ്റും നോക്കുന്നത്. ആ വീടിൻ്റെ പിന്നിലെ ഭാഗത്തു കൂടി അവൾ കുറച്ച് ഇരുട്ടുള്ള ഭാഗത്തേക്കാണ് താൻ നിൽക്കുന്നത്. അമ്മയോട് സംസാരിച്ച് ആ സന്തോഷത്തിൽ അവൾ അറിഞ്ഞില്ല. ഡി, അവൻ വിളിച്ചതും അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കണം. അതിനിടയ്ക്ക് ഫോൺ വന്നാൽ എഴുന്നേറ്റ് പോകരുത്, കേട്ടല്ലോ, ആൽഫി പറഞ്ഞു. അത് അമ്മയാ. അമ്മ വിളിച്ച ഞാൻ എപ്പോഴാണെങ്കിലും എഴുന്നേൽക്കും. എനിക്ക് അമ്മയോട് സംസാരിക്കണം, അവൾ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടപ്പോൾ അവന് അവളോട് ഒരുപാട് സ്നേഹം തോന്നി. ചെല്ല്, ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കാത്തിരിക്കുന്നു, അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾ ചെല്ലുമ്പോൾ അവളുടെ കൂട്ടുകാരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായതും അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഇരുന്നു. അമ്മയായിരുന്നു അല്ലേ മോളെ? ആൻസി പറഞ്ഞു. ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് അതേന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മയോട് സംസാരിച്ച പോരായിരുന്നോ? മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൊച്ചപ്പച്ചൻ്റെ മരുമകളാണ് പറഞ്ഞത്. അത് കേട്ടതും അമ്മു ആൻസിയെയും ആൽഫിയുടെ അമ്മയെയും നോക്കി. അപ്പോഴാണ് ഡൈനിങ് റൂമിൻ്റെ വാതിക്കൽ കൈകൾ കെട്ടി അവരെ നോക്കി നിൽക്കുന്ന
ആൽഫിയെ അവൾ കാണുന്നത്. അത് അവളുടെ അമ്മ പുറത്താണ്. ആൻറ്റിക്ക് ഇപ്പോഴേ വിളിക്കാൻ പറ്റൂ. ആ സമയത്ത് ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ വിളിച്ചാൽ കിട്ടില്ല, പെട്ടെന്ന് ആവണി പറഞ്ഞു. അപ്പോഴേക്കും ആൽഫിയുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു. മോൾക്ക് ചപ്പാത്തി വേണോ, അല്ലെങ്കിൽ ദേ വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പാൽക്കഞ്ഞിയുണ്ട്, അത് തരട്ടെ മോൾക്ക്, ഒന്ന് കഴിച്ചു നോക്ക്. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോള് ഇത് കഴിച്ചാൽ മതി. ചപ്പാത്തി ഒരെണ്ണം കഴിച്ചാൽ വിശപ്പ് മാറില്ലല്ലോ. ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞതും അവൾ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അമ്മച്ചി വേഗം ഒരു പാത്രത്തിൽ പാൽക്കഞ്ഞി എടുത്ത് അവളുടെ അടുത്തേക്ക് കൊടുത്തു. അവൾ അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിക്കുന്നത് ആൽഫി വളരെ ശ്രദ്ധയോടെ നോക്കി നിന്നു. അവൾക്കത് ഇഷ്ടപ്പെടുമോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു അവന്. അവൾ ഒരു സ്പൂൺ എടുത്ത് കുടിക്കുന്നത് ആൽഫിയെ പോലെ തന്നെ ആൽഫിയുടെ അമ്മച്ചിയും വല്യമ്മച്ചിയും അവളുടെ കൂട്ടുകാരും നോക്കി. ഇതെന്താ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണല്ലോ. അവൾ ഇതിനു മുമ്പ് ഭക്ഷണം കിട്ടാത്ത സ്ഥലത്തു നിന്ന് വന്നതാണോ? അതാണോ എല്ലാവരും ഇത്ര ആകാംക്ഷയോടെ നോക്കുന്നത്? പതിയെയാണ് നാൻസിയുടെ അമ്മച്ചി പ്രിൻസി ചോദിച്ചതെങ്കിലും അത് വല്യമ്മച്ചി കേട്ടിരുന്നു. അവർ അവരെ ഒന്ന് രൂക്ഷമായി നോക്കി. അവൾ കഴിക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു. ഇഷ്ടമാണ്. എനിക്ക് അമ്മ വീട്ടിലുള്ളപ്പോൾ ഉണ്ടാക്കി തരാറുണ്ട്. രാത്രി ഞാനും മുത്തശ്ശനും പാൽക്കഞ്ഞിയെ കുടിക്കാറ്. അവൾ പറയുന്നത് ഒരു ചിരിയോടെയാണ് എല്ലാവരും കേട്ടിരുന്നത്. അപ്പം മോൾക്ക് പറയാറുന്നില്ലേ? ഞങ്ങൾ വിചാരിച്ചു മോൾക്ക് ഇഷ്ടാവില്ല എന്ന്, ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു. ഞാനും വിചാരിച്ചു ഒരു ചപ്പാത്തി കഴിച്ചാൽ എങ്ങനെയാണ് മോളുടെ വിശപ്പ് മാറുന്നതെന്ന്. അമ്മച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു അമ്പലവാസി കുട്ടിയാണെന്ന്. അവളുടെ മുത്തശ്ശനും അമ്മയും എല്ലാം പൊന്നുപോലെ കൊണ്ടു നടക്കുന്നതാ. പൊന്നുപോലെ എന്ന് പറയാൻ പറ്റില്ല, പൊന്നിനേക്കാൾ വിലയുള്ള എന്താ ഉള്ളത്? ഡയമണ്ട്, പ്ലാറ്റിനം അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ അവളെ കൊണ്ടു നടക്കുന്നത്, ലിയ പറഞ്ഞു. അമ്മച്ചിക്ക് അറിയോ, തൃശ്ശൂർ തന്നെ ടൗണിൽ വലിയൊരു ഫ്ലാറ്റുണ്ട് ഇവൾക്ക്. അവിടെ ഇവൾക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ടായിരുന്നു. ജോലിക്കാരെ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പെണ്ണ് ചാടി ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിലേക്ക് വന്നു. ഞങ്ങളുടെ ഒപ്പം നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ് അവിടെ നിന്നോളാൻ. പക്ഷേ കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോകാഞ്ഞതാണ്. അത്രയും ദൂരം തന്നെ പോയി കണ്ടുപിടിച്ചത് ലക്ഷറി ഫ്ലാറ്റ് വേണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഇവളുടെ മുത്തച്ഛന്. അതിൻ്റെ പേരിൽ അമ്മയും മുത്തച്ഛനുമായിട്ടൊക്കെ എന്തൊരു വഴക്കാരെന്നറിയോ? പിന്നെ ഇവളുടെ കണ്ണൊന്ന് നിറഞ്ഞ അവർ രണ്ടുപേരും എന്തിനും സമ്മതിക്കും. ആ ഒരു വാശിക്കാണ് ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിലേക്ക് വന്നത്, ആൻസി പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് മുത്തച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ? ഈ കുട്ടിയുടെ അച്ഛനോ? കൊച്ചപ്പച്ചൻ്റെ ഇളയ മകൻ്റെ ഭാര്യ ലൂണയാണ് ചോദിച്ചത്. അവളുടെ അച്ഛൻ മരിച്ചു പോയതാ, ആൻസി പെട്ടെന്ന് പറഞ്ഞതും വല്യമ്മച്ചി അടക്കം എല്ലാവരും അവളെ നോക്കി. കാരണം അവൾ രാവിലെ പറഞ്ഞത് അദ്ദേഹം വിദേശത്താണ് എന്നാണ്. ആ ഒരു സംശയം ആൽഫിയിലും ഉണ്ടായിരുന്നു. അവനും ആൻസിയെയും അമ്മുവിനെയും നോക്കി. എന്നാൽ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടും യാതൊരുവിധ മാറ്റങ്ങളോ സങ്കടങ്ങളോ അമ്മുവിൻ്റെ മുഖത്ത് ഇല്ല എന്ന് ആൽഫി ശ്രദ്ധിച്ചു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഈ സ്റ്റോറി കേട്ടിട്ട് ഒന്ന് പറഞ്ഞേക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻറ്റ് ബോക്സിലും ഒന്ന് പിൻ ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.